ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ വളരെയധികം താങ്ക്സ് പറയുന്നു. കാരണം എൻ്റെ ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഞാൻ ഇതുവരെയും എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ പേര് അൻസ, എൻ്റെ സ്ഥലം കോട്ടയമാണ്. ഞാനൊരു നേഴ്സാണ്. കുറച്ച് പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ പേരെന്താ, ചേച്ചിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആർക്കും അത്രയ്ക്കും പരിചിതമല്ലാത്ത ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. ഇതൊരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു പാക്കാണ്. കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സിനൊക്കെയാണ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആണ് ഞവര എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഞവരേനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടാവത്തില്ല. ഞവര എന്ന് പറയുന്നത് റൈസിൻ്റെ ഒക്കെ കാറ്റഗറി പെടുന്ന ഒരു തരം റൈസാണ്. നമ്മുടെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലൊക്കെ നോക്കിയാൽ കാണാം ഞവര ഫേഷ്യൽ, ഞവര കിവി അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആൾക്കാർക്ക് അറിയില്ല അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞവരയരി കൊണ്ട് എങ്ങനെയാണ് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഞവരയരി എന്ന് പറയുകയാണെങ്കിൽ ഇതറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാട്ടോ. അപ്പം ഞവരയരിയുടെ യൂസസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഈവൻ സ്കിൻ ടോൺ, ടാൻ ഒക്കെ മാറാനാണെങ്കിലും ഞവര നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞവരയിൽ നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്ത് നല്ലൊരു റെജുവിനേഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മുഖത്തുണ്ടാവുന്ന വ്രിങ്കിൾസ് എല്ലാം മാറ്റി മുഖം നല്ല ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല അടിപൊളി പാക്കാണ് ഞവര ഫേഷ്യൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ബ്രൈഡ് ആവാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ പറയുന്നത് ഇന്ന് ചെയ്ത് നാളെ നിങ്ങൾ വെളുക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മലയാളീസിനുള്ളൊരു പ്രത്യേകതയാണ് എനിക്ക് ഇന്ന് ചെയ്തിട്ട് നാളെ റിസൾട്ട് വേണം. ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും ഒരു നാച്ചുറൽ റെമഡിയിലൂടെ ഒരിക്കലും കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റിറോയിഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്നിരിക്കും. അപ്പം ഇതൊരു നാച്ചുറൽ റെമഡിയാണ്. അപ്പം നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ബെനിഫിറ്റാണ് ഈ പറയുന്ന ഞവര ഫേഷ്യലിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, നമുക്കൊരു വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് റെഡിയാക്കാൻ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ യൂസ് ആക്കുന്നത് ഞവര അരിയും കുറച്ച് പാലും മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിന് പകരമായിട്ട് തൈരും വേണേൽ യൂസ് ചെയ്യാം. അപ്പോൾ തൈര് യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് കുറച്ച് ഹണിയും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഞവരയുടെ പൊടി. അപ്പം ഞാൻ ഞവരയരി വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഞവരയരിക്ക് അധികം റേറ്റ് ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഒരു 40 റുപ്പീസ് 50 റുപ്പീസ് ആ ഒരു റേഞ്ചിലൊക്കെ ഞവര വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പൊടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. ഞാൻ ഒരു മിക്സി ജാറിലോട്ട് ശകലം ഞവര ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് പച്ചപ്പാലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചപ്പാൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് രണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് ബാറ്ററായിട്ട് എടുക്കാം. നമ്മുടെ ഫേസ് പാക്ക് റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലെല്ലാം ഞവര കിവിയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഞവര കിവി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞവര അരി അവർ സ്റ്റീം ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് അതൊരു കിവി കെട്ടി നമ്മുടെ മിൽക്കിനകത്ത് മുക്കി അങ്ങനെ എന്തോ ഒരു പ്രോസസ്സാണ് അവർ ചെയ്യുന്നത്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഞവര ഫേഷ്യൽ ചെയ്യുന്നത്. ഞാനിത് യൂസ് ചെയ്ത് എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നിരുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്ത് കുറച്ച് നാളത് വിട്ടായിരുന്നു. അങ്ങനെ ഫേസ് നോക്കിയാൽ അറിയാം. എൻ്റെ കഴുത്തൊക്കെ ആണെങ്കിൽ ഫേസ് ഈ 2 സൈഡൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ടാൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൈയൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. കയ്യും കാലൊക്കെ നല്ല രീതിക്ക് നമ്മുടെ ഫേസിനേക്കാളും നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങളുടെ ഓൾ ഓവർ ബോഡിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം.
നിങ്ങളത് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ടൊരു മസാജ് കൊടുക്കണേ. ഈ ഒരു ഞവരരി നല്ലൊരു എക്സ്ഫോളിയേഷന് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഒത്തിരി റബ്ബ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഫേസ് പാക്കും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഫേസ് പാക്ക് മാത്രമായിട്ടോ ഞാൻ കാണിക്കുന്നത്. എനിക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ അത്രയും എനിക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഫേസ് പാക്ക് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഞവരരി വാങ്ങിച്ച് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് അരിയായിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ജസ്റ്റ് അതൊന്ന് പൊടിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ആവശ്യത്തിനനുസരിച്ച് പൊടിച്ചാലും മതി. അങ്ങനെ നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് മിൽക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ട് നഷ്ടപ്പെട്ട് പോയ സ്കിൻ ടോൺ വീണ്ടും കണക്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നല്ല ടാൻഡായിട്ട് കഴിക്കുന്ന ഫേസ് ആണെങ്കിൽ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മുടെ ഈ പാക്ക് ഒരു 30 മിനിറ്റ്സ് വരെ ഫേസിൽ നിങ്ങൾക്ക് വെക്കാം. 30 മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാം വാട്ടറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിലോ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഞാൻ നല്ലൊരു മസാജ് കൊടുത്ത് എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് നമ്മൾ ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആരും ഈ പാക്ക് 30 മിനിറ്റ്സ് കൂടുതൽ ആരും വെക്കരുത്, നല്ലൊരു ഡ്രൈയിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 20 to 30 മിനിറ്റ്സ് മാത്രം എല്ലാവരും വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി റിമൂവ് ചെയ്ത് കാണിക്കുന്നത്. കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുത്തിട്ടാണ് ഞാൻ വൈപ്പ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഗ്ലോയും നല്ലൊരു കളർ ഡിഫറൻസും നമ്മുടെ ഫേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നല്ലൊരു വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ലൊരു ഗ്ലോയും നല്ലൊരു കളർ ഡിഫറൻസും നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആയ പോലെ എനിക്കൊരു ഫീലുണ്ട്. ഫസ്റ്റ് ഇരുന്ന ഫേസും ഇപ്പോൾ ഉള്ള ഫേസും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.